ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ സാറ്റർഡേ ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. ഈവനിങ് അല്ല, നൈറ്റാണ് ശരിക്കും പോയത്. നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകുന്നത് സാധാരണ സാറ്റർഡേ ആണ്. സൺഡേ അങ്ങനെ പോകാറില്ല കേട്ടോ. കാരണം ആമിക്ക് മൺഡേ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ ആണ് പുറത്ത് പോവുള്ളൂ. അങ്ങനെ ഞങ്ങളിന്ന് സിനിമയ്ക്ക് പോവാണ്. നൈറ്റ് ഷോയ്ക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 9:50ക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാനാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ അപ്ലോഡായി തീർന്നതുമില്ല. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് വേണമായിരുന്നു എനിക്ക് പോകാനൊക്കെ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ ഇവിടുത്തെ ലേക്കിൻ്റെ അവിടെ ഇങ്ങനെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിങ്ങിന് വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുവഴി വന്നപ്പോഴേക്കും ഇങ്ങനെ ക്യാരവാനൊക്കെ കിടക്കുന്നത് കണ്ടായിരുന്നു. ഏത് സിനിമയാണെന്ന് അറിയത്തില്ല. നൈറ്റ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് പോകുന്നത്. ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടെന്ന് കരുതി അങ്ങനെ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ എല്ലാ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അപ്പം എന്തായാലും തിരികെ വരുമ്പോഴേക്കും 1 മണി അടുപ്പിച്ചാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പം രാവിലെ എഴുന്നേൽക്കാനും ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ആമിക്ക് സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നൈറ്റ് ഷോ എടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ നൈറ്റ് ഷോയ്ക്ക് പോവാറുണ്ട്. എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞത് ലാലേട്ടൻ്റെ രാവണപ്രഭു കാണാനാണ് പോകുന്നതെന്ന് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ച് വലിയ കാര്യത്തിൽ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞത് റിലീസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് സിനിമ തുടങ്ങിയപ്പോഴേക്കാണ് അറിയുന്നത് രജനീകാന്തിൻ്റെ ഭാഷ സിനിമയാണ് ബുക്ക് ചെയ്തതെന്ന്. അപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായി, എന്നെ ഇങ്ങനെ പറ്റിച്ചതുകൊണ്ട്. അപ്പം കുറച്ച് നേരം ഞാനിങ്ങനെ ക്ഷമിച്ചൊക്കെ ഇരുന്നു. പിന്നീട് അങ്ങോട്ട് ഓക്കെ ആയി. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ കാണത്തില്ല, എനിക്ക് എന്നെ ഇങ്ങനെ പറ്റിച്ച കാരണം കൊണ്ട് ഞാൻ കാണില്ല, ഞാൻ കുറച്ചേ കാണുള്ളൂ, ബാക്കി ഞാൻ ഇരുന്ന് ഉറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സിനിമ കണ്ടിട്ടുമില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കത്തില്ല, TV-യിലൊന്നും ഞാൻ ഈ സിനിമ കണ്ടിട്ടൊന്നുമില്ല. ഈ സിനിമയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ സിനിമ ഞാൻ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഹസ്ബൻഡിനെ അറിയാം ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലെന്ന്. ഹസ്ബൻഡിനാണെങ്കിൽ ഭയങ്കര ഒരു രജനീകാന്ത് ഫാനും കൂടിയാണ്. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. രജനീകാന്തിൻ്റെ 50 വർഷത്തെ സിനിമയിൽ വന്നിട്ട് 50 വർഷത്തെ സെലിബ്രേഷൻ നടക്കുന്ന അതിനോടനുബന്ധിച്ച് ഇട്ടതാണ് കേട്ടോ ഈ ഒരു സിനിമ. അപ്പം ഞാനാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോയി. തിയേറ്ററിൽ വന്നപ്പോഴേക്കും ഉണ്ട് ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. നല്ല ഏജുള്ള പഴയ ആൾക്കാരൊക്കെ, രജനീകാന്തിൻ്റെ പഴയ ഫാൻസും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആമി പോലും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഈ സിനിമ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേക്കും കൊണ്ട് 1 മണിയായി. അപ്പോൾ ഞാനങ്ങ് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമാണ് ഒരു നൈറ്റ് ഷോയ്ക്ക് ഇത്രയധികം തിരക്ക് കാണുന്നത്. ഞങ്ങൾ ജയിലർ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ നൈറ്റ് ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആ ഒരു സിനിമ 3-4 തവണ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോകുന്ന നൈറ്റ് ഷോ എന്ന് പറയുന്നത് ഈ സിനിമയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ബാബ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ടല്ലോ രജനീകാന്തിൻ്റെ, അത് ഇതുപോലെ നൈറ്റ് ഷോ ഇട്ടായിരുന്നുണ്ട്. അപ്പോൾ അതും കാണാൻ പോയിട്ടുണ്ട്. അപ്പം ഇതൊരു പ്രത്യേക വൈബാണ് കേട്ടോ, നൈറ്റ് ഇങ്ങനെ നൈറ്റ് ഷോയ്ക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെന്നൈയിലാണെങ്കിൽ കണ്ടോ 1 മണിക്കൊക്കെ നോക്കി എന്തുമാത്രം ആളുകളും ജനങ്ങളും ആണെന്ന്. പകല് പോലെ കിടക്കുകയാണ് കേട്ടോ ചെന്നൈയിൽ. ഇഷ്ടം പോലെ വണ്ടികളും ഭയങ്കര ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി 1:30 അടുപ്പിച്ചേട്ടോ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരുപാട് ലേറ്റായി. 9 മണിക്ക് ശേഷമാണ് എഴുന്നേറ്റത്. എന്തായാലും സ്കൂളിൽ പോകണ്ടല്ലോ അമ്മയ്ക്ക്. അപ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കൂടുതൽ ഉറങ്ങിയതാണ്. എനിക്ക് കറക്റ്റ് 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയാലാണ് ആ ഉറക്കം ശരിയാവത്തുള്ളത്. അപ്പോൾ ഹസ്ബൻഡും മോളും ഒന്നും എഴുന്നേറ്റിട്ടൊന്നുമില്ല, അവരൊക്കെ ഇപ്പോഴും ഉറങ്ങുന്നേ ഉള്ളത്. അപ്പം ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ലേറ്റായി പോവുകയും ചെയ്തു. ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എന്നാലും എടുക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല. ഇപ്പം തന്നെ ഏകദേശം ഒരു 10 മണിയോട് അടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആമിയൊക്കെ എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് ഞാനിന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് 2 നേന്ത്രപ്പഴം ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് കരുതിയേട്ടാ. ഞാനങ്ങനെ സൺഡേസിൽ ഇതുപോലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ കുറച്ച് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ടായിരിക്കും കഴിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ സൺഡേസിലാണെങ്കിൽ പുറത്ത് പോകും. കൂടുതലും ഞങ്ങൾ സാറ്റർഡേസിലേ അങ്ങനെ പുറത്ത് പോവാറുള്ളൂ. പിന്നെ ആമിയെ ട്യൂഷനൊക്കെ വിടണം, അതൊക്കെ കാരണം കൊണ്ട് മാക്സിമം ഞങ്ങൾ അങ്ങനെ സൺഡേ പോവാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അപ്പോൾ ഹസ്ബൻഡും മോളും ഒക്കെ അവിടെ എഴുന്നേറ്റിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് ഇതുപോലെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ കുറച്ച് ദിവസമായി ഈ ബെഡിലെ ഇത് വിരിപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. കൈ
കൈയോടെ തന്നെ റൂമിലെ ആ ഒരു ഡസ്റ്റൊക്കെ ഒന്ന് അടിച്ച് കളയാമെന്ന് കരുതി കേട്ടോ. ഈ റൂമിലാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഡസ്റ്റ് പറ്റിക്കൊണ്ടിരിക്കും. ഡെയിലി തുടച്ചാൽ പോലും നല്ല രീതിയിൽ ഡസ്റ്റ് ആവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട്. അത്യാവശ്യം അഴുക്കായി എന്ന് തോന്നുമ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ തന്നെ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട്. പിന്നെ എൻ്റെ ആ മെത്തയിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അഴുക്ക് പറ്റിയിട്ടുണ്ട്. അത് ഈ ഇടയ്ക്ക് വെച്ച് എന്തോ ചായയുടെ കറയോ മറ്റോ ആയതാണ് കേട്ടോ. അതങ്ങനെ പടർന്ന് പിടിച്ചിട്ട് അങ്ങനെ വീണതാണ്. ആമി ഒരിക്കൽ ഇവിടെ വന്നിരുന്ന് കോഫി ചായ എന്തോ കുടിച്ച് അങ്ങനെ അത് മൊത്തത്തിൽ വീണിട്ട് കളർ ഇങ്ങനെ ആയതാണ് കേട്ടോ. അത് പോവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. പിന്നെ അങ്ങനെ ഞാൻ ദേ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ഹോം മേക്കേഴ്സിൻ്റെ മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഒരുപാട് പേർക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. 1-2 പേര് പറഞ്ഞത് ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണെന്ന്. ശരിക്കും എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷവും തോന്നി. ഞാനാണെങ്കിലും ഇതുപോലെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നും ചാനൽ നിർത്തിയാലോ, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 വീഡിയോ എന്നുള്ളത് 2 വീഡിയോ ആക്കിയാലോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങളുടെ കമൻറ്റ്സ് എവിടെന്നെങ്കിലും ആരെങ്കിലും ഒരു കമൻറ്റെങ്കിലും ഇടും കേട്ടോ, ഇതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന്. പക്ഷേ എനിക്ക് ആ ഒരു കമൻറ്റ് കാണുമ്പോൾ കിട്ടുന്നൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് കാണുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് പോയിട്ട് വീഡിയോ എത്ര ചെയ്യേണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ പുതിയ വീഡിയോ എടുക്കും, ഷൂട്ട് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി എടുത്തു വെച്ചേക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരേ കാര്യം തന്നെ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു മടുപ്പ് തോന്നും അല്ലേ. അപ്പോൾ നമ്മുടെ ചാനലാണെങ്കിൽ ഒരു കുഞ്ഞു ചാനലാണ്, ഇങ്ങനെ പതിയെ വളർന്നുകൊണ്ടിരിക്കുന്ന ചാനലാണ്. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തേ എൻ്റെ കൂടെ എന്നോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെക്കാളും ഏജ് കൂടിയവരും ചേച്ചിമാരും അമ്മമാരും അനിയത്തിമാരും ഒക്കെ ഒരുപാട് പേരുള്ള നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ. ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങളുടെ കമൻസിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ചില സമയത്ത് എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഇത് തോന്നിയിട്ട് വിഷമം തോന്നിയിട്ട് ചാനൽ വേണ്ട നിർത്താം എന്നൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷേ ഇങ്ങനെ ഈ കമൻസ് കാണുമ്പോഴാണ് പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പിന്നെയും വീഡിയോസ് ഇടാനായിട്ട് ഉള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കമൻസ് ഇടുക എന്ന്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ഞാൻ ഈ സെൽഫ് കെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓംലെറ്റ് ചെയ്യുന്നതിൻ്റെ ഉണ്ടാക്കിയതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ശരിക്കും അതിൽ ഉദ്ദേശിച്ചത് പുളിസാദത്തിൻ്റെ കൂടെ അങ്ങനെ ഓംലെറ്റ് ഇവിടെ അങ്ങനെ കഴിക്കാറില്ല. എനിക്കറിയത്തില്ല അങ്ങനെ കഴിക്കില്ലെന്ന്. അന്ന് എൻ്റെ ഹസ്ബൻഡും കളിയാക്കി പുളിസാദത്തിൻ്റെ കൂടെ എന്തിനാണ് ഓംലെറ്റ് കഴിച്ചതെന്ന്. അപ്പോൾ ഒരു കമൻറ്റ് ഇങ്ങനെ വന്നായിരുന്നു. 2 പേര് കമൻറ്റ് ഇട്ടതാണ് ഇങ്ങനെ ഡെയിലി ഓംലെറ്റ് കഴിക്കുന്നത് നല്ല, എഗ്ഗ് ഇങ്ങനെ ചേർക്കുന്നത് നല്ലതാണ്, ഹെൽത്തി ആണെന്ന്. ശരിയാണ് കേട്ടോ, അതെനിക്ക് അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ പുളിസാദത്തിൻ്റെ കൂടെ ഒട്ടും കോമ്പിനേഷൻ ഇല്ലാത്തൊരു കാര്യം ഞാൻ കഴിച്ചു എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ തന്നെ ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ആ കമൻറ്റ് ഇട്ട കുട്ടി തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി നെഗറ്റീവ് പറഞ്ഞതല്ല എന്ന്. എനിക്കറിയാം കേട്ടോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ പറയുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് അധികം അങ്ങനെ വന്നിട്ടില്ല. ഒരു കമൻറ്റ് കഴിഞ്ഞ വർഷം എന്തോ വന്നതാണ്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി വിഷമം ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ സജഷൻസും ഓരോ കാര്യങ്ങളും ഞാനത് കേൾക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഗ്രോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ശരിയായിരിക്കില്ലല്ലോ പറയുന്നത്. ഇപ്പം ആർക്കാണെങ്കിലും എന്ത് തെറ്റ് വേണമെങ്കിലും സംഭവിക്കാമല്ലേ. പ്രത്യേകിച്ച് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ വീഡിയോ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ നാവിൽ പിഴയൊക്കെ വരാറുണ്ട്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അബദ്ധമൊക്കെ പറഞ്ഞു പോവാറുണ്ട്. അപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ പോലും പലപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തിരുത്താനുള്ളൊരു അവകാശമുണ്ട്. അത് സ്നേഹത്തോടെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഹേർട്ടാവുന്ന രീതിയിൽ നിങ്ങളാരും എന്നോട് സംസാരിച്ചിട്ടുമില്ല. പിന്നെ സജഷൻസൊക്കെ നിങ്ങൾ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളിപ്പോൾ എല്ലാം ശരിയായിട്ട് അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല എല്ലാവരും ജീവിക്കുന്നത്. നമുക്കൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റാം. ശരിക്കും ഞാൻ ഈ ചാനൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നിങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. കുറേ ടിപ്സുകളാണെങ്കിലും ഐഡിയാസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ വഴിയും എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സി ഇങ്ങനെ
ചൂടാവുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞത്, എനിക്കിങ്ങനെ കമൻറ്റ് ചെയ്തതാണ്, ചേച്ചി ഇങ്ങനെ തണുത്ത വെള്ളം ഉപയോഗിച്ച് ദോശമാവ് അരച്ചാൽ മതി എന്ന് പറഞ്ഞേ. അപ്പം എനിക്കത് കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ആ കുട്ടി എൻ്റെ വീഡിയോ അത്രത്തോളം ശ്രദ്ധിച്ചതുകൊണ്ടാണല്ലോ അതെനിക്ക് പറഞ്ഞു തരാനായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ആ സംഭവമൊക്കെ ചെയ്ത് നോക്കിയെങ്കിലും ഈ മിക്സി ആണെങ്കിൽ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഞാനതും കമൻറ്റിൽ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത്രത്തോളം നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ കമൻറ്റ് ഇടുന്നതൊക്കെ. ഇപ്പോഴും കുറച്ച് പേരെങ്കിലും മടി പിടിച്ചിരിപ്പുണ്ടായിരിക്കും അല്ലേ, കമൻറ്റ് ഇടാനായിട്ട് പേടിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കരുതുമെന്നൊക്കെ വിചാരിച്ചിട്ട്. നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റിൽ പറയാം. എന്നെക്കൊണ്ട് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തിരുത്തുകയും ചെയ്യും. പിന്നെ ഇന്ന് സൺഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് ഇന്ന് ഇറച്ചിയാണ് മേടിച്ചത്. അപ്പോൾ ബീഫാണ് കേട്ടോ മേടിച്ചത്. ഞങ്ങൾ അങ്ങനെ ഇവിടെ മേടിക്കാറേ ഇല്ല. അപ്പോൾ ഇത്തവണ ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് മേടിക്കാമെന്ന്. കാരണം പൊതുവേ ഞങ്ങളിങ്ങനെ മീനാണ് എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മട്ടനോ ചിക്കനോ ഒക്കെ മേടിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബീഫ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കോയമ്പേട് ഒരു ബീഫൊക്കെ കൊടുക്കുന്ന ഒരു കടയുണ്ട്. കുറേ കടകളുണ്ട് ഇവിടെ കോയമ്പേട്. അപ്പോൾ അവിടെ നിന്നാണ് മേടിച്ചത് കേട്ടോ. ഹസ്ബൻഡ് രാവിലെ പോയി വാങ്ങിക്കൊണ്ട് വന്നപ്പം ലിവറും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി, പിന്നെ അല്ലാതെ ഇറച്ചിയായിട്ടും വാങ്ങി. അതിൽ ഞാൻ കുറച്ചെടുത്ത് ബിരിയാണി വെക്കുന്നുണ്ട്. പിന്നെ ലിവർ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, റോസ്റ്റ് പോലെ ചെയ്യാമെന്ന് കരുതി. പിന്നെ കുറച്ച് ഇറച്ചി മാറ്റി വെച്ചിട്ട് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതിൻ്റെ തന്നെ ഞാൻ റെസിപ്പീസും കൂടി ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസിപ്പീസൊന്നും കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് കേട്ടോ. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബിരിയാണി ഇവിടുത്തെ ചെന്നൈ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ ഇറച്ചിയെല്ലാം വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയൊക്കെ പുരട്ടി മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആമിയുടെ കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന വീഡിയോയിൽ എനിക്കിങ്ങനെ ഒരു കമൻറ്റ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് സ്വന്തമായിട്ട് സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുവരെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്കും എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. നമ്മളൊക്കെ അങ്ങനെയാണല്ലേ, നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ എന്ത് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അന്നത്തെ ദിവസം മൊത്തം നമ്മൾ കളയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ എന്നെപ്പോലെ തന്നെയാണ് 1-2 പേരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ പണ്ടൊക്കെ. അതായത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കുറേ ദിവസം വിഷമിച്ചിരിക്കുക. പിന്നെ എൻ്റെ ഒരു കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോവുക. പിന്നെ ആകെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നേ. പിന്നെ ആയപ്പോഴേക്കും ഞാനൊരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിത് ഹസ്ബൻഡാണ് പറഞ്ഞു തന്നത്. നമ്മളിപ്പോൾ ആരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് വേണ്ടത്. ആദ്യം നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുക, എന്നാലാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു ലോകം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ലോകമാണ് കേട്ടോ. നമ്മൾ ആരോടൊക്കെ എത്രയൊക്കെ ആത്മാർത്ഥതയും സ്നേഹവും കാണിച്ചെന്ന് പറഞ്ഞാലും തിരിച്ച് നിങ്ങൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാനിതുപോലെ ഒരുപാട് പേരെ ഇങ്ങനെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് മനസ്സിൻ്റെ ഒരു കോണിൽ ഞാൻ പലർക്കും സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീടൊക്കെ അവർ നമ്മളിൽ നിന്നിങ്ങനെ അകന്നകന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഏതൊരു ബന്ധത്തിലും നല്ലൊരു ഒരു ബന്ധം ഹെൽത്തി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അകലം പാലിച്ച് തന്നെ പോവാട്ടോ. അതിനിപ്പോൾ എത്ര വലിയ ബന്ധമാണെന്ന് പറഞ്ഞാലും, ഈവൻ നമ്മുടെ ഹസ്ബൻഡും ആയിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറായിട്ടാണെങ്കിൽ പോലും നമ്മൾ ഒരകലം പാലിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ആരെയും അങ്ങനെ 100% വിശ്വസിക്കരുത്. നമ്മളാണ് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടേതായ കുറച്ച് സ്വകാര്യമായ കുറച്ച് സമയം നമ്മളെ കൂടി മനസ്സിലാക്കുകയാണ് വേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ ലോകത്ത് ആർക്കൊക്കെ എത്രയൊക്കെ വില കൊടുത്തെന്ന് പറഞ്ഞാലും ഒരിക്കലും അവരിൽ നിന്ന് നമ്മൾ തിരിച്ചൊന്നെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളങ്ങനെ സ്നേഹിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും ദുഃഖം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം എന്നോട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ ലോകത്ത് നമുക്ക് ആരെ വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പം ഞാൻ അന്നൊന്നും എനിക്കൊന്നും മനസ്സിലാവാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നാണ് എനിക്കതിൻ്റെ ആഴം മനസ്സിലായത്. വളരെ ശരിയല്ലേ പറഞ്ഞത്. കാരണം
നമ്മൾ എങ്ങനെയൊക്കെ ആൾക്കാരോട് പെരുമാറിയാലും എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളിലൊരു കുറ്റം കണ്ടുപിടിച്ച് മറ്റൊരാൾ നമ്മളെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളെ ആക്രമിക്കാനായിട്ട് ഒരുപറ്റം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അന്നായിരിക്കും നമ്മൾ ശരിക്കും നമ്മുടെ കൂടെ നിന്ന പല ആളുകളുടെയും തനി സ്വരൂപം പോലും അറിയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഒരു 100 നല്ല കാര്യം ചെയ്താലും നമ്മൾ ചെയ്ത ഒരൊറ്റ തെറ്റായിരിക്കും മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ മീ ടൈം ആസ്വദിക്കുന്ന ഒരാളെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. പുള്ളി എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് ഇങ്ങനെ പുള്ളി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ചില സമയത്ത് എനിക്ക് ദേഷ്യമൊക്കെ വരും. പിന്നെ ആയപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അപ്പം നമ്മൾ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല കേട്ടോ. എന്ന് കരുതി നമ്മൾ എല്ലാവരെയും ധിക്കരിക്കണമെന്നല്ല. നമുക്ക് നല്ലത് പറഞ്ഞു തരുന്ന ഒരുപാട് ആളുകളും നമുക്ക് ചുറ്റും ഉണ്ട് കേട്ടോ. എല്ലാവരും നമ്മളെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നവരോ ഒന്നും ആയിരിക്കത്തില്ല. നമ്മളെ നന്നായിട്ട് വരണം അല്ലെങ്കിൽ നമ്മൾ നന്നായി മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മനുഷ്യരും ഉണ്ട്. അവരെയൊന്നും നമ്മൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ പോലും എല്ലാവരിലും നമ്മളൊരു അകലം പാലിച്ച് തന്നെ നിൽക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത് കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങുമ്പോഴേക്കും നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും സമയം കാണത്തില്ല. നമ്മൾ പലപ്പോഴും മറ്റു കാര്യങ്ങളിൽ ഇങ്ങനെ തലയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടുമ്പോൾ നമ്മുടേതായ സ്വകാര്യമായ നമുക്കൊരു ജീവിതം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഭർത്താവ്, മക്കൾ, നമ്മുടേതായ കുറച്ച് സന്തോഷങ്ങൾ അതായിരിക്കും നഷ്ടപ്പെടുന്നത്. ശരിക്കും നമ്മൾ സ്ത്രീകളിൽ പലരും നമുക്ക് ചുറ്റുമുള്ള ആളുകളെ അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവൻ നമ്മുടെ ഭർത്താവാണെങ്കിൽ പോലും അവരെ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും മറ്റുള്ളവർക്ക് ലൈഫിൽ സ്ഥാനം കൊടുക്കുന്നത് അല്ലേ. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിരിക്കും. നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, മക്കൾ, ഇവരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു വേദന വന്നു എന്ന് കരുതിയിട്ട് വിഷമിക്കാനായിട്ട് പുറത്തുനിന്ന് ഒരാളും കാണത്തില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കും നമ്മളോട് അങ്ങനെ അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമെന്ന്. എല്ലാവരും പറയുമ്പോൾ പറയും ഭയങ്കര സ്നേഹമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം കേട്ടോ. അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ ഒന്ന് മാത്രം വിചാരിക്കുക, നമ്മളൊക്കെ ഒറ്റയ്ക്കാണ്. നമുക്കിപ്പോൾ നമ്മുടെ കൈയോ കാലോ ഒക്കെ മുറിയുമ്പോൾ വേദന ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ചുറ്റും എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും ആ വേദന എന്തായാലും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. എന്തായാലും ആ വേദന മറ്റുള്ളവർക്ക് പങ്കിട്ടെടുക്കാൻ പറ്റത്തില്ല അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും. നമ്മൾ ഒറ്റയ്ക്കാണ്, എന്ത് വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും, ഒറ്റയ്ക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി നമ്മൾ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുക, നമ്മുടെ സന്തോഷങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പം തന്നെ നമ്മൾ ടി വിയിലൊക്കെ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാലും എന്തോരം നെഗറ്റീവ് ന്യൂസുകളാണല്ലേ വരുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഒരുപാട് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളും ഈ കൊലപാതകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു മാനസിക വിഭ്രാന്തി പോലെയാണ് കേട്ടോ. എനിക്ക് മാനസികമായിട്ടൊരു വിഷമമാണ് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഒരുപാട് അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കത്തില്ല കേട്ടോ. ജസ്റ്റ് അത് കേൾക്കും, എന്താണ് ഏതാണെന്ന് നോക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് പോവാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ മനസ്സ് അത്രയ്ക്കും ഒരു ശക്തിയുള്ളതല്ലാന്ന് എനിക്കറിയാം. അപ്പോൾ എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം നമ്മളെപ്പോഴും ശ്രദ്ധ കൊടുക്കുകയാണ് വേണ്ടത്. ചുറ്റുമുള്ളതെല്ലാം നമ്മൾ നിരീക്ഷിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിച്ച് തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർക്കൊന്നും നമ്മളെ വിഷമിപ്പിക്കാൻ കഴിയത്തില്ല കേട്ടോ. നമ്മൾ നമ്മുടേതായ ലോകത്ത് നമ്മളങ്ങ് ജീവിച്ച് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ നമ്മുടെ കാര്യം നോക്കി നമ്മളിങ്ങനെ മറ്റുള്ളവരെ കൂടുതൽ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങളിന്ന് പുറത്ത് പോകുന്നില്ല. അപ്പോൾ ജയിലർ സിനിമയാണ് ഇന്ന് വെച്ചത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിതിങ്ങനെ കാണും. ഹസ്ബൻഡിനും ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും ആമിയും കൂടെ വന്നിരുന്ന് ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുറേ തുണികൾ കഴുകിയിട്ട് ഉണക്കിയതും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തൊന്ന് മടക്കി വെക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഈ ചെറിയ റൂമിലിരുന്നിട്ടാണ് ടി വി കാണുന്നത്, ഞാനും ആമിയും കൂടി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തുണി മടക്കാനും പറ്റും, ടി വി കാണാനും പറ്റും. പിന്നെ ഇപ്പോൾ ആമിക്ക് എക്സാം നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് പോകാത്തതിൻ്റെ മെയിൻ കാരണവും അതാണ്. അപ്പോൾ അവളെ പഠിപ്പിക്കുകയൊക്കെ വേണം. അപ്പം ഞാനിവിടെ തുണി മടക്കുന്നിടയിൽ
അവൾ അവിടെ പോയിരുന്ന് പഠിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കുറച്ച് പോർഷൻസ് ഞാൻ അവൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞ് ഇങ്ങനെ കൊടുത്ത് റിവിഷൻ ഇട്ട് കൊടുക്കുമ്പോൾ അവൾ ഇരുന്ന് പഠിക്കും കേട്ടോ. എന്നിട്ട് നൈറ്റ് ആകുമ്പോൾ ഒരു തവണ കൂടി ഞാനൊന്ന് റിവിഷൻ ചെയ്ത് വെക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഉത്തരങ്ങൾ അവളെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യും. പിന്നെ അല്ലാതെ ഓറലായിട്ട് ഇങ്ങനെ പറയിപ്പിക്കുകയും ചെയ്തു. അവർക്ക് സ്കൂളിലെ എക്സാം റൈറ്റിംഗ് എക്സാം തന്നെയാണ്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് മിക്കവാറും ഇപ്പോൾ സമയം കിട്ടാറില്ല. അവൾ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. രാവിലെ സമയം കിട്ടാത്തതുകൊണ്ട് നൈറ്റ് തന്നെ അവളെ കൊണ്ട് ഞാൻ പോർഷൻസ് എല്ലാം കവർ ചെയ്യിപ്പിച്ച് എഴുതിയൊക്കെ അവളെ പഠിപ്പിച്ചൊക്കെ വെക്കും കേട്ടോ. അതുകൊണ്ട് കുറച്ച് തിരക്കും കൂടിയാണ് ഇപ്പോൾ എക്സാം ടൈം ആയ കാരണം കൊണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മെയിനായിട്ട് അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വീഡിയോസ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അവളെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ ആമിക്കാണെങ്കിൽ സ്കൂളിൽ സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പലണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന 2-3 വെറൈറ്റി സ്നാക്കുകളാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കപ്പലണ്ടി എടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ കേൾപ്പിക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതൊന്ന് ആയി വരട്ടെ. അത് പുഴുങ്ങാനാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് കപ്പലണ്ടി വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്ക് കൊടുക്കാനായിട്ട് ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് കപ്പലണ്ടി മേടിച്ച് വെച്ചിരുന്നാൽ മതി. നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് ഞാനിങ്ങനെ ഉപ്പിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തത്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓട്സിൻ്റെ ലഡു കാണിക്കാമെന്ന്. അന്ന് ഞാൻ ചെയ്തത് വെറുതെ ഓട്സിൽ മാത്രമാണ് ചെയ്തത് കേട്ടോ. അന്ന് ബദാമും കൂടി ഇട്ടിട്ടാണ് ചെയ്തത്. ഇന്ന് ഞാനിപ്പോൾ കപ്പലണ്ടിയാണ് ചേർക്കുന്നത് കേട്ടോ അഡീഷണലായിട്ട്. നിങ്ങൾക്കിപ്പോൾ ബദാമോ നട്ട്സോ കപ്പലണ്ടിയോ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഓട്സ് മാത്രം ഇങ്ങനെ വറുത്തെടുത്തിട്ട് ലഡു ആക്കാം. അപ്പം ഞാനാണെങ്കിൽ ഒരു പിടിയോളം എടുത്തിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി. അതിൽ ഞാൻ കുറച്ചാണിപ്പം ഈ ലഡുവിൽ ചേർക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളത് വറുത്തതായിട്ട് തന്നെ കഴിക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ ഞങ്ങൾ ഈവനിങ് സ്നാക്കിനാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് മക്കൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാം കേട്ടോ. ഓട്സിന് പിന്നെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എത്ര വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഇത്ര അളവൊന്നും ഇല്ല കേട്ടോ. കപ്പലണ്ടിയും നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ 2 ഏലക്ക കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ട് ഇങ്ങനെ വറുത്തെടുക്കണ്ട. ഓട്സ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിനുശേഷം തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വറുത്തെടുത്ത കപ്പലണ്ടിയിൽ കുറച്ച് ഒരു ബോക്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അവൾക്ക് സ്കൂളിൽ കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ 2-3 ദിവസത്തേക്ക് ഇത് വരും കേട്ടോ. എന്നിട്ട് ഈ ഓട്സ് ഒന്ന് തണുത്ത് തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്കിത് ബ്ലെൻഡറിലൊന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സി ജാറിൽ. അപ്പോൾ ഒരുപാട് അങ്ങനെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരുപാട് പൗഡർ ആക്കണ്ട. റവയുടെയൊക്കെ ഒരു പരുവത്തിന് അടിച്ചെടുത്താൽ മതി. പിന്നെ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഷുഗറാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ഒക്കെ ചേർക്കാം. ഞാൻ എപ്പോഴും ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ബ്രൗൺ ഷുഗർ തീർന്നു പോയി. അതുകൊണ്ടാണ് വൈറ്റ് ഷുഗറിൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഈ ഓട്സിൽ വേണമെന്നുണ്ടെങ്കിൽ ബദാമോ നട്ട്സോ പിസ്ത അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. എള്ളം ഉണ്ടെങ്കിലുണ്ടല്ലോ അതൊക്കെ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുഴുവനായിട്ട് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പഴം ഇങ്ങനെ വഴട്ടിയെടുത്തിട്ട് ഈ നേന്ത്രപ്പഴം ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഈ ഓട്സും ഏലക്കയും ഈ ഷുഗറും എല്ലാം കൂടി ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നെയ്യും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിന് നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. അപ്പം കുഞ്ഞു മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവർക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അട്രാക്റ്റീവായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ചെറിയൊരു കണ്ണും മൂക്കും ഒക്കെ വരച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് അതിൽ ഹോൾസ് ഇങ്ങനെ ഇട്ട് അങ്ങനെയാണ് ഇത്തവണ ഉണ്ടാക്കിയത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് ചെറിയ ബോൾസ് ആക്കിയാണ് എടുത്തത് കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ. കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്തിട്ടാണ് നിങ്ങൾ ഉരുട്ടിയെടുക്കേണ്ടത്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ലഡു കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരുപാട് ഇപ്പം നിങ്ങൾ മധുരം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. മധുരം ചേർക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്താൽ മതി. ഒരുപാട് ചേർക്കാതിരിക്കുന്നതാണ് ഇത് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് നമുക്ക് പുറത്ത് ഒരു 2-3 ദിവസമൊക്കെ വെച്ചേക്കാം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി കേട്ടോ. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും 2 ദിവസം കൊണ്ട് തന്നെ തീരും. ഇപ്പം തന്നെ ആമിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഹസ്ബൻഡിനും എനിക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ അധികം മധുരം കഴിക്കാത്തവരാണ്, എന്നാൽ പോലും ഇത് ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മധുര പലഹാരം ആയ കാരണം കൊണ്ട് തന്നെ ഈസിയാണ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ നമുക്ക് മെനക്കേടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഒരു ബോക്സ് നിറച്ച് അങ്ങോട്ട് വെച്ചേക്കുവാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് പുറത്തുനിന്ന് സ്നാക്സ് മേടിക്കേണ്ടി വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ്സ് ചെയ്തേക്കുക. പിന്നെ ഹൈപ്പും കൂടി ചെയ്തേക്കുക കേട്ടോ.
അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.